8 മാസം കഴിഞ്ഞു. ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു. ഇനി ഒരു മാസമല്ല, ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നില്ലേ? 10-25 ദിവസവും കൂടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ആ സമയത്ത് അതിന് മുന്നേ പറ്റിയത് എന്തോന്ന് വെച്ചാൽ ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ്. അവളോട് തന്നെ ചോദിക്കാം. ബാത്റൂമിൽ ഒന്ന് വീണപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ട് ഞങ്ങളെല്ലാം അലറി വിളിച്ചാൽ പോയത്. ഇപ്പം എല്ലാം നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവര് പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ കൊല്ലത്താ പോയത്. കൊല്ലത്ത് പോയപ്പോഴത്തേന് അവര് പറഞ്ഞു ഇത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് വീണ് ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് അനക്കമില്ല. അങ്ങനെ അവിടുത്തെ കൊല്ലത്തെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് വണ്ടി വളരെ സ്പീഡിലാണ് വന്നത് തന്നെ. ഞങ്ങൾ ഇവിടെ വന്ന് ഹോളി ക്രോസിൽ കൊണ്ട് കയറ്റി ആശുപത്രി കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് അതുകൊണ്ട് ഞങ്ങളെല്ലാം ആ ടെൻഷനായിരുന്നു ഞങ്ങൾക്കെല്ലാം. 3 ദിവസമായിരുന്നു ചേച്ചി. 3 ദിവസം അധികം ടെൻഷനായിരുന്നു. സർജറി കഴിഞ്ഞപ്പോഴത്തേന് സാധാരണ അമ്മയൊക്കെ പറഞ്ഞ പേഷ്യന്റിനെ കൊണ്ടുവരുമെന്നാണ്. ഇത് കൊണ്ടുവന്നില്ല. ഇവളെയും വേറൊരു റൂമിൽ കൊണ്ട് നിർത്തി കുഞ്ഞിനെയും ICUലായിട്ട് കയറ്റി. ലേബർ റൂമിൽ തന്നെ ഈ അഡ്മിറ്റ് ആവത്തില്ലേ സർജറി കഴിഞ്ഞ് പിന്നെ ICUവിനകത്ത് കിടത്തുമായിരുന്നു. പിറ്റേന്നുണ്ടോ അന്നേരം ആ ഒരു രാത്രിയിലാന്നേലോ ഇനി ഇവളും കുഞ്ഞും അടുത്ത് വന്നപ്പോഴത്തേനും അവര് സമാധാനമായി. അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. കുഞ്ഞിന് ഈ മാസം തികയാതെ കുളിപ്പിച്ചുകൊണ്ട് കുഞ്ഞിന് വെയിറ്റ് കുറവാ. ഇതുവരെയും കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് പോലുമില്ല. പ്രസവം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഇതുവരെയും കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ല. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയെന്ന് പറയുന്നത് അനാമിക വിഷ്ണു കല്യാണമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നിൽക്കുന്നത്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനാമിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സിലാണ് ആ കുട്ടിയുടെ കല്യാണം കഴിയുന്നത്. ആ കുട്ടി ഒരു അനാഥാലയത്തിലാണ് നിന്നിരുന്നത്. ജീവമാതാ കാരുണ്യ ട്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ആ കുട്ടി കുഞ്ഞിലെ മുതൽ നിന്നിരുന്നത്. 18 വയസ്സായപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറായിട്ടുള്ള ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുടെ മകനെ കൊണ്ട്, വിഷ്ണു എന്ന് പറയുന്ന മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാറുണ്ട്. 18 വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നു. കല്യാണം കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു കല്യാണം. പക്ഷെ കല്യാണം കഴിഞ്ഞ് 7-ാം മാസത്തിൽ, അതായത് ഒക്ടോബർ, ഈ കുട്ടി പ്രസവിക്കുന്നത് ഈ കഴിഞ്ഞ ജൂണിലാണ് പ്രസവിക്കുന്നത്. അപ്പോൾ കണക്കുകളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ശരിയാകുന്നില്ല. അങ്ങനെ ഈ ഒരു കല്യാണം കഴിഞ്ഞ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി 7-ാം മാസത്തിൽ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു കുഞ്ഞിന് എന്താ പറയുക, വളർച്ചക്കുറവോ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷെ ആ പെണ്ണ് പ്രസവിച്ച ഒരു കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ചാ വിഷയം. അങ്ങനെ 18 വയസ്സിന് മുന്നേ ആ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വകുപ്പ് വേറെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ്റെ അമ്മയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്, ഈ അനാഥാലയം നടത്തുന്നത് തന്നെ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ രാത്രി അവിടെ പോയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇവനുമായിട്ട് പുറത്തെവിടെയോ പോയിട്ടാണ് ഈ പണി ഒപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു പണി ഒപ്പിച്ചതിന് ശേഷം, ഇതറിഞ്ഞതിന് ശേഷമാണ് ഇവരിങ്ങനൊരു കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവർ കല്യാണത്തിന് മുന്നേ അവർ ആ ഒരു രീതിയിൽ പോയി. അങ്ങനെ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയി. അവസാനം ഇത് പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞതിന് ശേഷം ഇവർ മകനെ കൊണ്ട് തന്നെ അങ്ങ് കല്യാണം കഴിപ്പിക്കുന്നു. എന്നിട്ട് ഇവർ വലിയ അങ്ങോട്ട് എന്താ പറയുക, വലിയ എന്തോ സംഭവം ചെയ്ത പോലെ അനാഥാലയത്തിലെ കുട്ടിയെ കൊണ്ട് മകനെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു ഈ ഒരു അമ്മയ്ക്ക്. കാരണം അമ്മ ഒരു അനാഥ പെൺകുട്ടിയെ സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊടുത്തു എന്നുള്ള ഒരു ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു ഇവർക്ക്. സത്യം പറഞ്ഞാൽ ഇതെന്തോ സംഭവം, മകൻ കാണിച്ച വേണ്ടാധീനം. അവർക്ക് അവസാനം അത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ വന്നപ്പോൾ മകനെ കൊണ്ട് അങ്ങ് കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൂടെ വന്നിട്ട് A to Z കാര്യങ്ങൾ അങ്ങോട്ട് വിളമ്പി. അത് സോഷ്യൽ മീഡിയയിലല്ലേ വന്ന് വിളമ്പുന്നത്. അത് കയ്യോടെ ആൾക്കാരങ്ങോട്ട് പൊക്കി. ഇപ്പോൾ ദേ കേസുമായിട്ടുണ്ട് ഇവർക്കെതിരായിട്ട്. കാരണം ഈ കുട്ടി പ്രഗ്നൻ്റ് ആയതും അതിനുശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചതുമൊക്കെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ ആൾക്കാർ കേസെടുത്ത് അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. പ്രതി എന്ന് പറയുന്ന വേറെ ആരാ? ഈ വിഷ്ണു എന്ന് പറയുന്ന ഇവൻ തന്നെയാണ് പ്രതി. കാരണം അതുകൊണ്ടാണല്ലോ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാഥാലയം, അവിടെയൊക്കെ കുട്ടികൾ ആരോരും ഇല്ലാത്ത കുഞ്ഞു മക്കൾ തൊട്ട് വളർന്നു വരുന്ന സ്ഥാപനമാണ്.
അപ്പോൾ അവിടെ ഇതുപോലുള്ള കൊള്ളരുതായ്മകൾ നടക്കുന്നു. അതിനെതിരായിട്ട് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം അവിടെ ഇനിയും ആ ഒരു അനാഥാലയത്തിൽ ഇനിയും കൊച്ചു കുട്ടികളുണ്ട്. അവർക്കും ഇനി ഇതുപോലെ സംഭവിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അങ്ങനെ ഒരു നല്ല സ്ഥാപനമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അനാമികയ്ക്ക് ഈ ഒരു രീതിയിൽ നടക്കില്ലായിരുന്നു. എന്നിട്ട് ഈ കുട്ടി പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഇവർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ട് അവർ വലിയ നന്മമരം, അനാഥാലയത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു, സ്വന്തം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്നൊക്കെ. ഈ ഒരു സ്ത്രീ പക്ക ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ്. ഈ ഗിരിജ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നടത്തുന്ന ഈ ഒരു സ്ത്രീയെക്കുറിച്ച് ഇപ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്തു വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, അതുപോലെ തന്നെ ഇവർ ഈ അനാഥാലയത്തിനൊപ്പം തന്നെ ഈ പ്രായമായ ആൾക്കാരെയൊക്കെ നോക്കുന്ന ഒരു കരുണാലയം പോലെ അതും നടത്തുന്നുണ്ട്. അതിൻ്റെ മറവിലും ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവിടെയുള്ള പ്രായമായ ആൾക്കാരെയൊക്കെ ഇവർ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ന്യൂസുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലൊരു അന്വേഷണം വേണം. കാരണം അവിടെ ഇതുപോലെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ ഈ ഒരു സ്ഥാപനം പൂട്ടിപ്പോണമെന്ന് അല്ലെ അത് നശിച്ച് കാണണമെന്നോ നമുക്കൊന്നും ഒരു ആഗ്രഹവും ഇല്ല. പക്ഷേ ആ ഒരു സ്ഥാപനത്തിൽ ഇതുപോലുള്ള അനീതികൾ നടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് സുരക്ഷിതമായിട്ടുള്ള കൈകളിലേക്ക് എന്താ പറയുക, പ്രായമായിട്ടുള്ള ആൾക്കാർ, അതുപോലെ കൊച്ചു കുട്ടികൾ ഒക്കെ ഉണ്ട്. അവിടെ ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷിച്ച് കണ്ടെത്തി അതിന് നിയമ നടപടികൾ എടുക്കണമെന്നാണ് നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെതിരായിട്ട് പല തെളിവുകളും പല വോയിസുകളും കൊണ്ടുവന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല? ആദ്യത്തെ ഇവരുടെ ഒരു അപാകത എന്ന് പറയുന്നത് ഇവരുടെ മകനെ കൊണ്ട് അവിടുത്തെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചത് നല്ല കാര്യമാണ്. പക്ഷെ ആ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയതിനു ശേഷമായിരിക്കണം ഇങ്ങനെ ഒരു 18 വയസ്സായപ്പോൾ ആ പെൺകൊച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്തൊരു കൊച്ചു മോളെ പോലെയാണ് തോന്നുന്നത്. ആ കുട്ടി പ്രഗ്നൻ്റ് ആയി, ആ കുട്ടി ഇപ്പോൾ എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. അതൊക്കെ ഓക്കെയാണ്, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. എന്ന് വെച്ചിട്ട് അവൻ ജീവിതകാലം മൊത്തം ലോക്കപ്പിൽ കിടക്കുകയൊന്നുമില്ല. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് അവന് ശിക്ഷ കിട്ടണം. ഇപ്പം അവൻ തന്നെയാണ് ആ കുട്ടിയെ കല്യാണം കഴിച്ചിരിക്കുന്നതും ഒക്കെ. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അവനങ്ങനെ ചെയ്തെങ്കിൽ എന്താ, അങ്ങനെ ആ കുട്ടിയെ കല്യാണം കഴിച്ചില്ലേ പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു ന്യായമാണോ അത്? 18 വയസ്സാകുന്നതിന് മുന്നേ ഒരു കുട്ടിയെ പീഡിപ്പിച്ച്, അതൊരു പീഡനം തന്നെ ആയിരിക്കണം. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് അവർ പ്രണയത്തിലായിരുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്ന്. 18 വയസ്സാവുന്ന ഒരു കുട്ടിയെ 18 വയസ്സ് തികയുന്നതിന് മുന്നേ ഒരു കുട്ടിയെ ഈ ഒരു രീതിയിൽ ഗർഭിണിയാക്കിയിട്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ചത് വലിയ മഹിമ പോലെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അത് ശരിയാണോ? ഈ പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ഏതെങ്കിലും കുടുംബത്തിലെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ കമൻറ്റ് പറയുന്നവരുടെ കുടുംബത്തിലെ കുട്ടികൾക്കാണ് ഇത് സംഭവിച്ചെങ്കിലോ അംഗീകരിക്കുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമപരമായിട്ട് അതിനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവന് അത് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. അതുപോലെ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ജോലി ചെയ്തിട്ടുള്ളവർ, അല്ലെ അവിടെ താമസിച്ചിട്ടുള്ള അന്തേവാസികൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതിനൊക്കെ വ്യക്തമായ അന്വേഷണം വേണം. അന്വേഷിച്ചിട്ട് ഇതിന് തക്കതായിട്ടുള്ള ഒരു നിയമ നടപടി എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.